ഇപ്പൊ എളുപ്പമല്ലേ ആ വാ പൊളിച്ചാ പോരെ എങ്ങ്. ഈ നൂല് കടുങ്കട്ട് വീണ് കിടക്കാണ്. ഞാനായിരുന്നു അടിച്ചിട്ട് എന്റെ താക്കോൽ അതിനിടയിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്. അടിച്ചാ താക്കോൽ അതിനകത്ത് ഉണ്ടോ നോക്കട്ടെ. ഉണ്ടാ? ആ ഉണ്ടല്ലോ. ഇട്. ബ്ലഡ് പറ്റിയിട്ടുണ്ട്. നൂലോട് കഴിച്ചു നോക്ക. കുറച്ചുകൂടി ഈസി ആയി ഡോക്ടറെ. ഹലോ ഗുണ്ടാസ്, എഴുന്നേക്കൂ. ഇങ്ങനെ കിടന്നങ്ങ് ഉറങ്ങിയാൽ മതിയോ? വീട്ടിൽ പോകണ്ടേ? എഴുന്നേക്ക്. പതുക്കെ കണ്ടു തുറക്കും. താക്കോൽ ടാണ്ടടേ. പിന്നെ സാധനം അതിനകത്തുണ്ടായിരുന്നു. ഞാൻ ഇനിയെങ്കിലും വീട്ടിൽ പോയിക്കോട്ടെ. പൊയ്ക്കോ. ഇനി ഇവിടെ ഒരു നിമിഷം നിക്കണ്ട. എന്റെ അമ്മേ ദാഹിക്കുന്നുണ്ടോ? ഓ പതുക്കെ വേണം. പതിയെ. നൂല് ടൈറ്റ് ആയിട്ടില്ല. 2-3 തയ്യൽ ഹോള് വലുതായത് കാരണം അത്ര ടൈറ്റ് അല്ല. ശ്വാസമൊക്കെ ശ്രദ്ധിച്ചു വിടണം കേട്ടാ. ഓക്കെ. വേറെ കൂടെ ആരും വന്നില്ലേ? ഇല്ല, ഒറ്റയ്ക്കാ. ഗുണ്ടായതുകൊണ്ട് പിന്നെ കുളിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം. ഇതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. കുളിക്കുമ്പോ ഒക്കെ സൂക്ഷിക്കണം. ബില്ലൊന്നും അടക്കണ്ട. ബില്ല് ഞാൻ തരുന്നില്ല. എന്റെ പട്ടി വരും ബില്ല്. ഡോക്ടർ, എന്റെ വിരലിൽ കിടന്ന മോതിരം കാണുന്നില്ല. അയാളെ വിടല്ലേട്ടാ. എന്തോ പറഞ്ഞു? എന്തുവായി പറയുന്നത്? മോതിരം കാണുന്നില്ല. ലാസ്റ്റ് ഞാൻ തുന്നി കെട്ടുന്നിടം വരെ മോതിരം ഉണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നില്ല. എന്താ സംഭവം? എന്താണ്? ഒന്നുമില്ല. ഒരു ചെറിയ വിഷയമുണ്ട്. അത് വേറെ കാര്യമൊന്നുമില്ല. ഡോക്ടറിന്റെ 2 സാധനം എടുത്തില്ല. അപ്പൊ എന്റെ ഒരു സാധനം എടുക്കാനാണോ ഡോക്ടറിന്റെ മടിയെ? ഡോക്ടറിന്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് ഞാൻ നിന്നില്ലയോ? സപ്പോർട്ടൊക്കെ ചെയ്തു. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, 2 പ്രാവശ്യം ഞാൻ അയാളുടെ കാല് പിടിച്ചിട്ടാണ് അയാൾ സമ്മതിച്ചത്. എന്താ പറ്റിയത്? ഇനി എനിക്ക് ചോദിക്കാൻ വയ്യ. ഒരു പവന്റെ മോതിരോ ചേട്ടനിട്ട മോതിരോ അതില്ലാതെ എനിക്ക് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുമോ? കാണാതെ പോയതാണോ? ഇനി വന്നേ. ഒരു കാര്യം പറഞ്ഞ. അയ്യോ ശരീരം അനക്കരുത്. സംഭവം എന്താണ്? ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് ഇളക്കണം. അവിടെ ഒരു മോതിരം ഇതിനകത്ത് പോയി. എന്റെ ഒരു പവന്റെ മോതിരം. അല്ലെങ്കിൽ ഞാൻ അങ്ങ് വിട്ടേനെ. അതങ്ങ് മറന്നേക്ക് ചേച്ചി. കിട്ടൂല. അത് വയറ്റിൽ കിടന്നാ അത് പ്രശ്നമാണ്. ആ വയറ്റിൽ കിടന്ന പ്രശ്നം ഞാൻ തത്തുപോയിക്കോട്ടെ. എന്നാലും എന്റെ വയറ് തുറക്കാൻ ഞാൻ സമ്മതിക്കൂല. ഗോൾഡ് ആയതുകൊണ്ടാണ് പ്രശ്നം. വയറ്റിൽ ഗോൾഡ് കിടന്നാൽ ഗോൾഡിന്റെ അംശം ശരീരത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ചെമ്പായിരുന്നാലും പ്രശ്നമില്ലായിരുന്നു. കാൽസ്യം അമോണിയ ഒക്കെ സ്വർണ്ണം തന്നെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഒരൊറ്റ തവണ നിങ്ങക്ക് തുറക്കാം. ഈ ഓപ്പറേഷൻ കഴിയുമ്പോ ഒരു സിബ് വെച്ച് പിടിപ്പിച്ചേക്കണം. അതാവുമ്പോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് നേരം തുറക്കെ അടക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നെ അങ്ങ് കൊല്ലാം.